സൊമാറ്റോ ഫുഡ് ഡെലിവറിക്കിടെ വിശ്രമവേളയിൽ സ്ട്രീറ്റ് ലൈറ്റിനടിയിലിരുന്ന് പഠിച്ച പാലക്കാട് സ്വദേശി അഖിലിന്റെ ദൃശ്യങ്ങൾ നേരത്തെ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അഖിൽ തന്റെ സ്വപ്നം സഫലമാക്കുകയാണ്. ജർമ്മൻ പഠിക്കാൻ മുത്തശ്ശിയുടെ മാല പണയപ്പെടുത്തി പാലക്കാട് നിന്നും കൊച്ചിയിലെത്തിയ അഖിൽ ഈ മാസം 30-ാം തീയതി ജർമ്മനിക്ക് പറക്കുകയാണ്. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമ്മളിപ്പോൾ കണ്ട ഈ വീഡിയോ 2 വർഷം മുൻപ് മഞ്ഞുമൽ സ്വദേശി നസ്രു പകർത്തിയതാണ്. പിന്നീട് നവമാധ്യമങ്ങളിൽ ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലായി. ഈ വീഡിയോയുടെ പിന്നിലുള്ള വ്യക്തി എന്ന് പറയുന്നത് പാലക്കാട് സ്വദേശിയായിട്ടുള്ള അഖിലാണ്. അഖിൽ 2 വർഷം മുൻപ് എറണാകുളത്ത് പഠിക്കാനെത്തുകയും പിന്നീട് സൊമാറ്റോ ഓടുന്ന സമയങ്ങളിൽ, മിച്ചം കിട്ടുന്ന സമയങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റിന് താഴെ നിന്നെല്ലാമാണ് പഠിച്ച് അഖിലിപ്പോൾ ജർമ്മനിയിലേക്ക് പോവുകയാണ്. 2 വർഷം കൊണ്ട് അമ്മുമ്മയുടെ മാല പണയപ്പെടുത്തിയാണ് അഖിലിവിടെ പഠിക്കാനെത്തിയത്. ഇനി അഖിൽ തന്നെ കാര്യങ്ങൾ പറയും. അഖിൽ 2 വർഷം നന്നായി സ്ട്രഗിൾ ചെയ്തു, നന്നായി കഷ്ടപ്പെട്ട് പഠിച്ചു, ഏറ്റവും ഒടുവിൽ ആ ഭാഗ്യം ലഭിച്ചു അല്ലേ? 2 വർഷം മുമ്പായിരുന്നു ഈ ഒരു ഇതിലേക്ക് വന്നത്, ജർമ്മൻ പഠിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം അവിടുന്ന് വീട്ടിൽ കാര്യം പറയുന്ന സമയത്ത് എല്ലാവരുടെയും വീട്ടിൽ പറയുന്ന പോലെ തന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ക്യാഷിൻ്റെ കാര്യം ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അമ്മ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ തന്നെ പറഞ്ഞ് കാര്യം ഉള്ളത് ഇതുണ്ട്, ഈ ഒരു മാലയുണ്ട്, കൊണ്ടുപോയിട്ട് നമുക്ക് എന്താ വെച്ച് തന്നെ ചെയ്യാം, ബാക്കി വരുന്നത് വെച്ച് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നതാണ്. മുമ്പ് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സമയത്ത് അവിടെ അങ്ങനെ അത്ര നന്നായിട്ട് നമുക്ക് ആ ഒരു പഠിക്കാനോ കാര്യങ്ങളോ നമുക്ക് പറ്റില്ല. പക്ഷേ നമുക്ക് വേറെ ഒരു ഓപ്ഷനില്ല, കാരണം എമൗണ്ടും കുറവാണ്. പക്ഷേ അതും പറഞ്ഞാലും നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ട് നമുക്ക് അവിടെ പഠിക്കാനുള്ള ഒരു മെത്തേഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ജോലിയുടെ കാര്യങ്ങളെല്ലാം നോക്കി അങ്ങനെ സൊമാറ്റോ ഓടാൻ വേണ്ടിയിട്ട് നോക്കി. കാരണം എനിക്ക് ഉച്ചയ്ക്കായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ്, ഇപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ ഓടാം, സൊമാറ്റോ ഓടാം, അത് കഴിഞ്ഞ് ക്ലാസ്സിൽ പോവാം, അത് കഴിഞ്ഞ് വൈകുന്നേരം പിന്നെ സൊമാറ്റോ ഓടാം. ഓട്ടം കുറവാകുമ്പോൾ കുറച്ചു നേരം കൂടിയിട്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ പഠിച്ചത്. അവിടെ ഇരുന്ന് നോക്കിയത്. അങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് എന്താ ചെയ്യുന്നത്, എവിടെ വീട്, അപ്പോൾ അങ്ങനെ ചോദിച്ചായിരുന്നു ഇക്ക വന്ന് അങ്ങനെ ചോദിച്ചത്. സോഷ്യൽ മീഡിയയിലിട്ടപ്പോൾ വലിയ വൈറലാകുമെന്ന് വിചാരിച്ചോ? ഒരിക്കലും വിചാരിച്ചില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാത്രി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ ഫുള്ള് നോട്ടിഫിക്കേഷൻ്റെ ബഹളമാണ്. എല്ലാവർക്കും അഖിൽ ആരാന്നറിയണം, അഖിൽ എവിടെയാണെന്ന് അറിയണം. ശരിക്കും എനിക്ക് അഖിലിനെ അറിയില്ലായിരുന്നു. അങ്ങനെ കണ്ടെത്താനിരിക്കാതെയാണ് ഞാൻ ഇവൻ്റെ ഒരു മെസ്സേജ് റിസീവ് ചെയ്ത് ഫോണിൽ. കാരണം വൈറലായി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ നാട്ടിൽ ആരോ ഇവനെ വീഡിയോ കൊണ്ടുപോയി കാണിച്ചു, ഇവനേക്ക് മെസ്സേജ് അയച്ചു. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു എത്രയും പെട്ടെന്ന് എറണാകുളത്ത് എത്തണം, ആളുകൾ മുഴുവൻ നിന്നെ അന്വേഷിക്കുകയാണ്, നിന്നെ നമ്പറൊന്ന് അയക്കാൻ പറഞ്ഞു. ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്തു ഇങ്ങനെ അഖിലിനെ പഠിപ്പിക്കാനായിട്ട്. എന്നാ ഇനി യാത്ര എന്നാ ജർമ്മനിക്ക്? 30-ാം തീയതി, ഈ മാസം 30-ാം തീയതി പോവും. 30-ാം തീയതി 4 മണിക്ക്. അഖിൽ നന്നായി പഠിക്കാൻ കഴിയട്ടെ, അതോടൊപ്പം തന്നെ നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. എന്തായാലും കഷ്ടപ്പെട്ട് പഠിച്ചതിന് ആ കുട്ടിക്കൊരു ഗുണം ലഭിച്ചു, ജർമ്മനിയിലേക്ക് പോകാൻ കഴിയുന്നു. ഈ പറയുന്ന 30-ാം തീയതിയാണ് അഖിൽ ജർമ്മനിക്ക് പോകുന്നത്. ഒപ്പം തന്നെ നമ്മൾക്കറിയാം, കഴിഞ്ഞ 2 വർഷം മുൻപ് നമ്മൾ കണ്ടതാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ നിന്ന് പഠിക്കുന്ന അഖിലിനെ. ആ അഖിൽ തന്നെയാണ് ഇവിടെ വന്ന് ജോലിയെടുത്ത് ജർമ്മനിക്ക് ഇപ്പോൾ പോകുകയാണ്.